ഞാൻ രേണുവിനെ മനസ്സിലാക്കിയത്തോളം രേണു ഒരു പാവം പെൺകുട്ടിയാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് കിടന്ന പെടാപ്പാടുകളാണ്. ആ പാവം പെൺകുട്ടീനെ ട്രോളി കൊണ്ടും അതിൻ്റെ വീഡിയോ എടുത്ത് നെഗറ്റീവായി പറഞ്ഞുകൊണ്ടും കുറേ യൂട്യൂബേഴ്സ് കാശുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്ത്രീയാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ബിഗ് ബോസിൽ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് രേണു ഒരു പാവമാണെന്നുള്ളത്. പക്ഷെ നന്നായി സംസാരിക്കും, നല്ല അസലായിട്ട് സംസാരിക്കും. അത് രേണുവിൻ്റെ കുറ്റമല്ല, അത് രേണുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുറ്റമാണ്. അച്ഛനും അമ്മയും നല്ല ബോൾഡായിട്ട് ആ കുട്ടീനെ വളർത്തി. അപ്പോൾ അതിൻ്റെ സംസാരം അത് ജീവിക്കണ്ടേ? ആരെങ്കിലും 10 രൂപ കൊണ്ട് കൊടുക്കുമോ? അല്ലെങ്കിൽ പിന്നെ അനാവശ്യമായിട്ട് പലർക്കും വല്ലതും കൊടുത്ത് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മാന്യമായിട്ട് ജീവിക്കണമെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആയിട്ട് ജീവിക്കുന്നതിൽ എന്താ തെറ്റ്? ഇത് അവൾക്കൊരു 10 രൂപ കിട്ടുന്നതിന് എന്തെത്ര കണ്ണുകടി. ഇപ്പം പറഞ്ഞിരിക്കുന്നു, നീ നിൻ്റെ മകൻ്റെ കൂടെ പോയി കിടക്ക്, മകനോട് ഉമ്മ വയ്ക്കുകയും മറ്റതൊന്നും മറത്ത് എന്തൊക്കെ ഉണ്ടെങ്കിലും രണ്ടാനമ്മയായാലും അവൾ സ്വന്തം മോനെ പോലെ തന്നെയാണ് ആ മകനെ കാണുന്നത്. 2 മക്കൾക്കൊരു വേർതിരിവെന്ന് ആ കുട്ടി കാണിക്കുന്നില്ല. ഇതാണ് എൻ്റെ വിശ്വാസം. എന്നിരുന്നാലും ഇപ്പോഴുള്ള ആ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ 2 വീഡിയോ ഇറക്കിയിട്ടുണ്ട് ചെയ്യണം. ആ വീഡിയോ കേട്ടാൽ മനസ്സിലാവും നമുക്ക് ഈ പാവം കിടാവിൻ്റെ മനസ്സിൻ്റെ ശുദ്ധത, പരമാത്മാവ്. അതൊരു പാവം പെൺകുട്ടിയാണ്. അതൊരു കിൽക്കാൻ പറ്റിയ പോലെ കിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അതിന് സത്യാവസ്ഥ പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം നമുക്ക്. 15 വയസ്സുള്ള അത്രേ എന്നെക്കാളും വളർന്നൊരു കുട്ടി. ആ കുട്ടി അമ്മ എന്ന രീതി എനിക്ക് ബഹുമാനിച്ചാൽ പറ്റത്തുള്ളൂ. ആ കുട്ടി ഇരിക്കുന്നോടത്ത് ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ 24 മണിക്കൂർ? ഇല്ല. അവൻ്റെ റൂമിൽ ചെന്ന് കിടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ ബഹുമാനിക്കേണ്ട സമയത്ത് അവനെ ബഹുമാനിച്ചു, മകനാണെങ്കിൽ പോലും. പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ്. ഞാനും അവനും എന്താണ്ട് 14 വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ. 14-13 വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. ഞാൻ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും അവൻ എൻ്റെ മകൻ തന്നെയാണ്, ഞാൻ അവൻ്റെ അമ്മ തന്നെ. അപ്പം ഞാൻ അങ്ങനെ ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനത്ത് ബഹുമാനിച്ചു, അത്രേ ഉള്ളൂ. 24 മണിക്കൂറും 15-14 വയസ്സുള്ള ഒരു കുട്ടിയുടെ റൂമിൽ പോയി ഇരിക്കാൻ പറ്റുമോ എനിക്ക്? ഇപ്പം കേട്ടില്ലേ? അപ്പം അതിൻ്റെ മനസ്സിൻ്റെ ശുദ്ധത നമുക്ക് മനസ്സിലായില്ലേ? ഇനി എന്തിനാ അതിന് ഈ ബുദ്ധിമുട്ടിക്കുന്നത്? അതിൻ്റെ പാട്ടിന് വിടുന്നേ. അല്ലാണ്ട് അതിന് ഓരോരുത്തരും നല്ല നിലയിൽ ജീവിക്കുന്നതിൽ 10 രൂപ അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവരെങ്കിലും നമ്മളോട് കടം ചോദിക്കില്ല എന്ന് വിചാരിച്ചൂടെ? അവരെങ്കിലും നന്നായി ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ നന്നായി ജീവിക്കുമെന്ന് പറയുമ്പോൾ അത് നമ്മളെ സോഷ്യൽ മീഡിയയിലുള്ളവർ മറ്റുള്ളവർക്ക് അഭിമാനമല്ലേ? അവൾ മാനം കെട്ടൊന്നും ജീവിക്കുന്നില്ല. നല്ല അസൽ നാവുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കാനറിയാം, നന്നായി ആൾക്കാരോട് ഇടപെടാനറിയാം. വലിയ സൗന്ദര്യമൊന്നുമില്ല. അത് വെച്ചിട്ട് ഇത്രയും അത് ജീവിച്ച് ഇത്രയും പൈസ ഉണ്ടാക്കി ബിഗ് ബോസ് വരെ എത്തിയില്ലേ? അതിലൊക്കെ നമ്മൾ സന്തോഷിക്കുക. വെറുതെ അതിനെ വിറ്റ് കാശാക്കണ്ട. അതിൻ്റെ പച്ചർജ്ജത്തിനുണ്ടോ എല്ലാ കാര്യമുണ്ടോ സോഷ്യൽ മീഡിയക്ക്? ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല. ആദ്യം ഞാൻ മിതത്വമായിട്ടാ പറഞ്ഞു, പറ്റൂല ചേട്ടാ പ്ലീസ്, എനിക്ക് പറ്റൂല. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ അയാളെ മദ്യപിച്ച അവശയായിട്ടുള്ള ഒരു സീനാണ്. ഞാൻ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. ഈ പറയുന്ന ഇവരല്ലെങ്കിൽ തെളിവ് കൊണ്ടിട്ട് ഒരു സിഗരറ്റ് വലിച്ചില്ല, മദ്യവും കഴിച്ചിട്ടില്ല. ഞാൻ ആകെ എന്റെ മീഡിയക്കാരെ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോട് ഇവര് ചായ പോലും, പച്ച വെള്ളം പോലും ഇവര് തരാറാണ്, ചായ പോലും വൈകുന്നേരം ആയപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇവരെ കൂട്ടിക്കൂട്ടി ചായയും ആ താഴത്തെ കരയിൽ അറിയാൻ ചായയും പരിപ്പോടെ മാത്രമാണ് ഞാൻ കഴിച്ചത്. ഞങ്ങൾ കഴിച്ചത്. അതിട്ടാണ് തിരിച്ചു വന്നത്. ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ മദ്യം കഴിക്കുന്നത് ഞാൻ ആകെ കഴിക്കുന്ന വല്ലപ്പോഴുമാണ്. എന്റെ കുടുംബക്കാര് കസിൻസിനോടൊപ്പം വല്ല ക്രിസ്മസിന് കഴിക്കുക, അല്ലെങ്കിൽ ദുബായിൽ വല്ലതും പോകുമ്പോഴത്തേന് ഞാൻ കഴിക്കുന്നതല്ലാതെ എനിക്കിത് ആരെയും ബോധിപ്പിക്കുന്ന കാര്യമില്ല. പക്ഷെ ഞാൻ അന്നത്തെ ദിവസം മദ്യം കഴിച്ചത്. ഇന്നത്തെ അടുത്ത് ഇവൻ പറഞ്ഞ അടുത്ത സീൻ, ഈ വിപിലാൽ എന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞ അടുത്ത സീൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മദ്യം കഴിച്ചിട്ട് അഭിനയിച്ചിട്ട് ഇയാളെ പിടിച്ച് ദേഹത്തോട്ട് ചേർത്തിട്ട് ഉമ്മ വെക്കണം, ഇയാളെ ഇങ്ങനെ തലയിലെ മുടി അഴിക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേട്ടാ. അപ്പോഴും ഈ മീഡിയക്കാര്, എന്റെ ഈ സുഹൃത്തുക്കളായിട്ടുള്ള മീഡിയക്കാരുടെ വെളിയിൽ ഇവരൊന്നും അറിയുന്ന പോലുമില്ല. സീൻ പറഞ്ഞു തരുവാന്ന് ഓർത്തെ. ഇവൻ എന്നിട്ട് ഈ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. പ്രമോഷന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. എന്നോട് നമ്പർ ചോദിച്ചപ്പോൾ എനിക്കറിയാവുന്ന 2-3 പേരുടെ നമ്പർ ഞാൻ കൊടുത്തു. ഇവൻ വിളിച്ചു വരുത്തിയത്, പ്രമോഷന് വേണ്ടി വിളിച്ചു വരുത്തി ഇവനാണ്. എന്നിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് സഹോദരങ്ങളുണ്ട് മീഡിയക്കാർ. ഞാൻ പറഞ്ഞ ചേട്ടാ അല്ലേടാ ഇന്ന പോലെ പറയുന്ന ആ ഡ്രസ്സിന്റെ